ബ്യൂട്ടിഫുൾ മസ്ലിൻ ആപ്ലിക് കട്ട് വർക്ക് സാരീസ്. ധാരാളം കസ്റ്റമേഴ്സിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് മസ്ലിൻ ആപ്ലിക് സാരീസ് റീസ്റ്റോക്കിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിന്റെ ഒരു അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഞാൻ ജിബിൻ ഷഫീഖ്. വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. നല്ല കളേഴ്സിലായിട്ടൊന്നും നല്ല ഡിഫറെന്റ് കളർ പാരറ്റിലാണ് സാരീസ് വന്നിരിക്കുന്നത്. ഈ ടൈപ്പ് സാരീസ് നമുക്കൊരു യങ്സ്റ്റേഴ്സിന്, അതായത് ഒരു കോളേജ് ഗോയിങ് സ്റ്റുഡൻസിനും ഡ്രേപ്പ് ചെയ്യാം, ഒരു മിഡിൽ ഏജ് ഗ്രൂപ്പുകാർക്കും ഡ്രേപ്പ് ചെയ്യാം, അമ്മമാർക്ക് കൊടുക്കാൻ പറ്റുന്ന സാരീസ് ആണ്. കാരണം സോഫ്റ്റ് സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. അതിൽ നല്ല സോഫ്റ്റ് കളേഴ്സിലും വരുന്നുണ്ട്. കുറച്ചൊരു വൈബ്രന്റ് ആയിട്ട് നമുക്കൊരു പാർട്ടി വെയർ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ആ ഒരു കളർ പാരറ്റിലുള്ള സാരീസും വരുന്നുണ്ട്. വളരെ സോഫ്റ്റ് കളേഴ്സിൽ നമുക്കൊരു ബാപ്റ്റിസം, ഹോളി കമ്മ്യൂണിയൻ അങ്ങനെയുള്ള ഫംഗ്ഷൻസിന് ഡ്രേപ്പ് ചെയ്യാവുന്ന ആ ഒരു കളർ പാരറ്റിലും സാരീസ് വരുന്നുണ്ട്. വീഡിയോയിൽ സാരീസ് കുറച്ചൊരു ഗ്ലോസി ആയിരിക്കും കേട്ടോ, ഒരു ഫ്ലാഷി ആയിട്ട് തോന്നും. പക്ഷെ ഫ്ലാഷി അല്ല, സാരി വരുന്നത് മാറ്റ് ഫീലിലാണ് വരുന്നത്. ഫസ്റ്റ് വേണ്ട കളർ പറയുകയാണെങ്കിൽ പീച്ചിഷ് പിങ്ക് ആണ്. ബേബി പിങ്കും പീച്ചും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. നല്ല സോഫ്റ്റ് കളറിൽ നല്ലൊരു പേസ്റ്റേ കളറിലാണ് സാരി വരുന്നത്. എൻറ്റയർ സാരിയും ആ ഒരു മസ്ലിൻ ആപ്ലിക് കട്ട് വർക്ക് ആയിരിക്കും ബോഡി വരുന്നത് കേട്ടോ. അത് കൂടാതെ ഒരു സ്മോൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്. ഒരു ബേജ് ആൻഡ് ആ ഒരു പീച്ചിഷ് പിങ്കിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോഡി വരുന്നത്. രണ്ട് സൈഡും അപ്പുറം ലോവറും വരുമ്പോൾ ഈ ഒരു ആപ്ലിക് കട്ട് വർക്ക് ആയിരിക്കും വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാട്ടോ സാരി വരുന്നത്. ഞാൻ ക്ലോസറിൽ കാണിക്കാം സാരി. ഇതായിരിക്കും കേട്ടോ സാരിയുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെ വരും. ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഫുൾ ആ ഒരു ഫ്ലോറൽ പാറ്റേണിലുള്ള ആപ്ലിക് കട്ട് വർക്ക് വന്നിട്ട് ബോഡിയിൽ വരുമ്പം ഈ ഒരു മോട്ടീവ്സ് ആയിരിക്കും വരുന്നത്. ഇതിന് ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സപ്പോർട്ടീവ് ക്ലോത്ത് വെച്ചിട്ടായിരിക്കും ആ ഒരു ഇത് ചെയ്യുന്നത്, ആപ്ലിക് കട്ട് വർക്ക് ചെയ്യുന്നത്. ഇതായിരിക്കും ആ ഒരു ക്ലോത്തിന്റെ ബാക്ക് സൈഡ് ഇങ്ങനെ വരും. ഫുൾ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് ആ ഒരു ആപ്ലിക് കട്ട് വർക്ക് ചെയ്യുന്നത്. കൂടാതെ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ടാവും സാരിക്ക്. ഇതായിരിക്കും ഓവറോൾ ലുക്ക് വരും സാരി. നല്ല പാറ്റേണിൽ ഇതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും സാരിയുടെ മുന്താണിയിൽ വരുമ്പോൾ കുറച്ചുകൂടി ആ ആപ്ലിക് കട്ട് വർക്ക് കുറച്ചുകൂടി ഒരു അപ്പർ പോർഷനിലോട്ട് കൂടി കയറി വരുന്നുണ്ട്. പല്ലുവിൽ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവും സെയിം ഇതേ പാറ്റേണിൽ തന്നെയാണ്. ആ ഒരു ആപ്ലിക് കട്ട് വർക്കിൽ തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവും വരിക. ഇതായിരിക്കും കേട്ടോ ബ്ലൗസ് വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു അക്വാ ബ്ലൂ ആണ്. ഓഷ്യൻ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. സെയിം അതേ സ്റ്റൈലിൽ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. മസ്ലിൻ ആപ്ലിക് കട്ട് വർക്കിന്റെ ഡബിൾ സൈഡ് ബോർഡർ. ബോഡി കംപ്ലീറ്റ് ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. അക്വാ ബ്ലൂവും ഒരു ഓഫ് വൈറ്റും വെച്ചിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരുന്നത്. ഡബിൾ സൈഡും ഇതേ സ്റ്റൈലിൽ തന്നെ വന്നിട്ട് മുന്താണി ഇതായിരിക്കും പല്ലു വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം അതേ വർക്ക് തന്നെയായിരിക്കും ബ്ലൗസിലും വരുന്നത്. നെക്സ്റ്റ് കളർ നല്ലൊരു ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഒരു വൈറ്റും ഒരു ഓഫ് വൈറ്റും ലാവൻഡറും കൂടി ആയിരിക്കും ഫ്ലോറൽ ഒരു എംബ്രോയിഡറി വർക്ക്. സ്മോൾ മോട്ടീവ്സ് ആണ് ബോഡി കംപ്ലീറ്റ് വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി ഫുൾ വന്നിട്ട് നല്ല പാറ്റേണിലാണ് എല്ലാ സാരിക്കും ആ ഒരു ബോർഡറും മുന്താണിയും വരുന്നത് കേട്ടോ. ആ ഒരു ആപ്ലിക് കട്ട് വർക്കിൽ തന്നെയായിരിക്കും രണ്ട് സൈഡിലും വരിക. വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സാരിയുടെ ഫാബ്രിക്. നോൺ ട്രാൻസ്പെറന്റ് ആണ്. സോഫ്റ്റ് സെമി സിൽക്ക് ആണ് എല്ലാ സാരിയുടെയും ഫാബ്രിക് വരുന്നത്. ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ് മുന്താണി. സെയിം ഇതേ ആ ഒരു വർക്കിൽ തന്നെയായിരിക്കും വിത്ത് ബ്ലൗസ്. പേസ്റ്റൽ പിസ്ത ഗ്രീൻ അതാണ് നെക്സ്റ്റ് സാരിയുടെ കളർ വരുന്നത് കേട്ടോ. സെയിം സ്റ്റൈലിൽ തന്നെ പിസ്ത ഗ്രീനും ഒരു ഓഫ് ക്രീമും കൂടിയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. സെയിം സ്റ്റൈൽ ഡബിൾ സൈഡിലും ബോർഡർ വന്നിട്ട് പല്ലു വരുന്നതും ഇതേ പാറ്റേൺ തന്നെ ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ ആയിരിക്കും. ഡബിൾ സൈഡ് ബോർഡർ, പല്ലു സെയിം സ്റ്റൈലിൽ തന്നെ വിത്ത് ബോർഡർ ആയിരിക്കും. റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു പേസ്റ്റൽ കളർ പാരറ്റിലായിട്ടോ സാരി വന്നിരിക്കുന്നത്. ഒരു ടിൻറ്റഡ് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഒരു പേസ്റ്റൽ ലാവൻഡർ ആണ് സാരിയുടെ കളർ വരുന്നത്. പാറ്റേൺ എല്ലാം സെയിം സ്റ്റൈലിൽ തന്നെ ഒരു ഓഫ് ക്രീമും ലാവൻഡറും കൂടി ആയിരിക്കും. ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ഫുൾ സാരിയുടെ ബോഡി വന്നിട്ട്. ഡബിൾ സൈഡിലും ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെ ആപ്ലിക് വർക്ക്, മുന്താണി വിത്ത് ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിൽ എല്ലാ സാരീസിലും ആ ഒരു വർക്ക് വരുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ ഒരു പേർപ്പിളും ജാമുൻ ഷെയ്ഡും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ. ഡാർക്ക് പേർപ്പിളും ഞാവൽപ്പഴത്തിന്റെ കളർ ഉണ്ടല്ലോ, രണ്ടും കൂടിയുള്ള ബ്ലെൻഡഡ് ഷെയ്ഡിലാണ് സാരി. സെയിം സ്റ്റൈലിൽ തന്നെ അതേ ഫ്ലോറൽ മോട്ടീവ്സ് ആണ്. ഒരു ഓഫ് ക്രീമും ആ ഒരു ജാമുൻ ടോണും കൂടി ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ബോഡിയിൽ വന്നിട്ട്. രണ്ട് സൈഡിലും സെയിം പാറ്റേണിൽ തന്നെ ആയിരിക്കും. ബോർഡർ വന്നിട്ട് സെയിം സ്റ്റൈൽ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ വരുന്നത് പൗഡർ ബ്ലൂ ആണ്. ഇപ്പോൾ ബാപ്റ്റിസം നിന്നൊക്കെ ബേബി ബോയ് ഒക്കെ ആണെങ്കിൽ കൊടുക്കാൻ നല്ല ആപ്റ്റ് സാരി കേട്ടോ. പൗഡർ ബ്ലൂവിലും അതേ സ്റ്റൈലിൽ തന്നെ ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി വന്നിട്ട്. ആപ്ലിക് കട്ട് വർക്കിലുള്ള ബോർഡർ, സെയിം സ്റ്റൈൽ പല്ലു വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ല ഡീപ്പസ്റ്റ് മെറൂൺ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. മെറൂണിലും അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും. ഒരു വൈറ്റ് ഓഫ് വൈറ്റും മെറൂണും കൂടിയുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ബോഡി കംപ്ലീറ്റ് വന്നിട്ട്. സെയിം സ്റ്റൈൽ രണ്ട് സൈഡിലും ഒരു ഫ്ലോറൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും കട്ട് വർക്ക് വരിക. മുന്താണി, ബ്ലൗസ്. ബ്ലൗസിന്റെ സ്ലീവിലും ആ ഒരു വർക്ക് വരുന്നുണ്ട്. നെക്സ്റ്റ് കളർ നല്ലൊരു ഹണി ബ്രൗൺ ആട്ടോ സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ വളരെ ലൈറ്റ് വെയിറ്റ് ആട്ടോ സാരിയുടെ ഫാബ്രിക്. കണ്ടോ,
ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന സോഫ്റ്റ് സെമി സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. സെയിം സ്റ്റൈൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ഡബിൾ സൈഡിലും ആപ്ലി കട്ട് വർക്ക് അതേ പാറ്റേണിൽ തന്നെ ആയിരിക്കും സാരിയുടെ പല്ലു വരുന്നത് വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി പിസ്ത ഗ്രീൻ, പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ്. ആ ഒരു പാറ്റേണിൽ ചെറിയ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇത് വരുമ്പം സ്കാലപ്പ് ഫിനിഷിലായിരിക്കും സാരിയുടെ ബോർഡർ വരുന്ന. സ്കാലപ്പ് ഫിനിഷിൽ വന്നിട്ട് എൻറ്റയർ ബോഡിയിലും ആ ഒരു പിസ്ത ഗ്രീനും ഓഫ് വൈറ്റും വെച്ചിട്ടുള്ള ഫ്ലോറൽ വർക്ക് ആയിരിക്കും കേട്ടോ. മോട്ടീവ്സ് അത് രണ്ട് പാറ്റേണിൽ വരുന്നുണ്ട്. ബോഡിയിൽ വരുമ്പം ഒരു വൈറ്റിലുള്ള ഫ്ലോറൽ മോട്ടീവ്സും പിസ്ത ഗ്രീനുള്ള ഫ്ലോറൽ മോട്ടീവ്സും വരുന്നുണ്ട്. വീണ്ടും ആ ഒരു ഡ്യുവൽ ടോണിൽ പിസ്ത ഗ്രീൻ വിത്ത് വൈറ്റിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കും വരുന്നുണ്ട്. ഈ ഒരു പാറ്റേണിലായിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. ഒരു ഡാർക്ക് ഗ്രീൻ വെച്ചിട്ടായിരിക്കും സ്കാലപ്പിലെ ബോർഡർ വരുന്നത്. മുന്താണി ആ ഒരു മസ്ലിൻ ആപ്ലി കട്ട് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. ഈ ഒരു പാറ്റേണിലാണ് മുന്താണിയിൽ ഫുൾ ആ ഒരു വർക്ക് ആയിരിക്കും വരുന്നത് കേട്ടോ. കട്ട് വർക്കിൽ കണ്ടോ, ഈ ഒരു പാറ്റേണിലായിരിക്കും പല്ലു വരുന്നത്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം വർക്ക് തന്നെയാണ്. അതേ കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയായിരിക്കും ബ്ലൗസിന്റെ സ്ലീവ് വരിക. ഈ ഒരു പാറ്റേൺ ആയിരിക്കും വരിക. നെക്സ്റ്റ് കളർ പിങ്കിഷ് പീച്ച് ആണ്. ബേബി പിങ്കും പേസ്റ്റൽ പീച്ചും കൂടിയുള്ള ബ്ലെൻഡഡ് ഷെയ്ഡാണ് സാരി വരുന്നത് കേട്ടോ. ഇതിലും അതേ സ്കാലപ്പ് ഫിനിഷിൽ തന്നെയുള്ള ബോർഡർ വന്നിട്ട് ഒരു പീച്ചിഷ് പിങ്കും ഓഫ് ക്രീമും കൂടി ആയിരിക്കും ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ബോഡി കംപ്ലീറ്റ് ആ ഒരു മോട്ടീവ്സ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ പാറ്റേണിലാണ്. ആ ഒരു മസ്ലിൻ കട്ട് വർക്കിലായിരിക്കും സാരിയുടെ പല്ലു. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വിത്ത് ബ്ലൗസ്. അടുത്ത കളർ പറയുകയാണെങ്കിൽ ഓഷ്യൻ ബ്ലൂ ആണ്. അക്വാ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ്. ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വരിക. സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ. ഒരു ആപ്ലി കട്ട് വർക്ക് പാറ്റേണിലാണ് സാരിയുടെ പല്ലു കംപ്ലീറ്റ് വന്നിട്ട് സെയിം സ്റ്റൈലിൽ തന്നെയുള്ള ഒരു വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരിക. പാറ്റേൺ സെയിം തന്നെ വരുന്നത് കേട്ടോ. അതേ സ്കാലപ്പ് ഫിനിഷിൽ ലാവൻഡറിലാണ് അടുത്ത സാരി വരുന്നത്. ലാവൻഡറിലും ഓഫ് ക്രീമും ലാവൻഡറും കൂടി ആയിരിക്കും ഫ്ലോറൽ വർക്ക് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയുള്ള ബ്യൂട്ടിഫുൾ പാറ്റേണിലല്ല സാരിയുടെ മുന്താണി വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ വർക്കിലായിരിക്കും വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് കളർ പറയുകയാണെങ്കിൽ നല്ലൊരു കോപ്പറാണ്. കോപ്പറും ഒരു റോസ് ഗോൾഡും കൂടി ബ്ലെൻഡാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിലും അതേ സ്റ്റൈലിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിലുള്ള ബോർഡർ ഫുൾ ബോഡിയിലും ആ ഒരു ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ട് മസ്ലിനിൽ തന്നെ ആയിരിക്കും. കട്ട് വർക്ക് പാറ്റേണിലുള്ള മുന്താണി, ബ്ലൗസ്. നെക്സ്റ്റ് കളർ ഒരു ടിൻറ്റഡ് ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. നല്ലൊരു മെറ്റാലിക് ടോണിലാണ് ഒരു ലാവൻഡർ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈൽ പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ്. അതേ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ ഫിനിഷ് ചെയ്തിട്ട് ഫുൾ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ്. ലാവൻഡറും ഓഫ് ക്രീമും കൂടിയുള്ള വർക്കാണ് ബോഡി കംപ്ലീറ്റ് വരുന്നത്. ആ ഒരു കട്ട് വർക്ക് പാറ്റേണിൽ തന്നെയാണ് സാരിയുടെ മുന്താണി വിത്ത് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വീണ്ടും പൗഡർ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിലും ആ ഒരു ഫ്ലോറൽ വർക്കാണ് മോട്ടീവ്സ് ആയിരിക്കും ബോഡി കംപ്ലീറ്റ് വന്നിട്ട് ഈ ഒരു സ്റ്റൈലിലായിരിക്കും സാരിയുടെ പല്ലു വരുന്നത്. രണ്ട് സൈഡും ഈ ഒരു പാറ്റേണിൽ വന്നിട്ട് മുന്താണി വരുന്ന ഈ ഒരു ലുക്കിലായിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നുണ്ട്. ബ്ലൗസിന്റെ സ്ലീവിലും സെയിം പാറ്റേണിൽ തന്നെയായിരിക്കും വർക്ക് വരുന്നത്. നെക്സ്റ്റ് കളർ സ്കൈ ബ്ലൂ ആണ്. പൗഡർ ബ്ലൂവിന്റെ തന്നെ ഒരു ടോൺ ഡാർക്കർ സ്കൈ ബ്ലൂ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത് കേട്ടോ. ഇതിലും ഓഫ് വൈറ്റും സ്കൈ ബ്ലൂ കൂടിയാണ് ഫ്ലോറൽ എംബ്രോയിഡറി വർക്ക് വരുന്നത് കംപ്ലീറ്റ്. സെയിം സ്റ്റൈലിൽ തന്നെയാണ് സാരിയുടെ മുന്താണിയിൽ ഫുൾ ആ ഒരു വർക്ക് തന്നെ വന്നിട്ട് വിത്ത് ബ്ലൗസ്. ഇന്ന് വന്ന നല്ല ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ സാരീസ് ആയിരുന്നു. മസ്ലിൻ ആപ്ലി കട്ട് വർക്കിൽ സോഫ്റ്റ് സെമി സിൽക്ക് ആയിരുന്നു സാരിയുടെ ഫാബ്രിക് വന്നത്. ഫാബ്രിക് വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ട്രാൻസ്പെറൻസി ഇല്ല മെറ്റീരിയലിന്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഡ്രേപ്പ് ചെയ്യാവുന്ന പാർട്ടി വെയർ സാരീസ് ആയിരുന്നു. നല്ല ഡിഫറെന്റ് കളർ പാലറ്റിലും ഡിഫറെന്റ് പാറ്റേണിലും ആയിരുന്നു സാരീസ് വന്നത്. ലാസ്റ്റ് സാരി കേട്ടോ, ഇതൊരു കോപ്പറിഷ് ബ്രൗൺ ആണ്. കോപ്പറും ഒരു ലൈറ്റർ ബ്രൗണും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ കളർ വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ സ്കാലപ്പ് ഫിനിഷിലായിരിക്കും ബോർഡർ വന്നിട്ട് മിനിയേച്ചർ ഫോമിലുള്ള ഫ്ലോറൽ എംബ്രോയിഡറി വർക്കാണ് ത്രൂ ഔട്ട് ദ ബോഡി വരുന്നത്. അതേ ആപ്ലി കട്ട് വർക്കിൽ തന്നെയായിരിക്കും സാരിയുടെ മുന്താണി. സെയിം സ്റ്റൈൽ വിത്ത് ബ്ലൗസ്.